ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ബീഫ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ അതിനെ ആദ്യമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കട്ട പിടിച്ച ബീഫിനെ അടർത്തി വേർപെടുത്തണം. കാരണം വെള്ളത്തിലിട്ട് വേർപെട്ട് വരാനുള്ള ടൈം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പറിച്ചെടുത്ത് വേർപെടുത്തണം. ഇതേ നമ്മളിത് കറി കഷ്ണമാക്കി ചെറുതാക്കി നുറുക്കണം. സത്യം അമ്മാരി വീട്ടില് ഞാൻ മെയിൻ ആയിട്ട് കയ്യിൽ വെച്ച് മുറിക്കാനൊക്കെ തന്നു. പിന്നെ നടക്കില്ല കണ്ടപ്പോ ഞാൻ വേഗം മരമുട്ടി എടുത്ത് ശരിയാക്കി. കാരണം കൈ മുറിഞ്ഞ് എനിക്ക് തല ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളുടെ ഉള്ളി തൊലിക്കൽ എന്ന പ്രക്രിയയിലോട്ട് കടന്നു. ഉള്ളി തൊലിച്ച് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇമോഷണൽ ആവും. കാരണം ഞാനും ഉള്ളി തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. നമ്മൾ ഇതിലോട്ട് അരക്കാനുള്ളതൊക്കെ അരച്ച് വെച്ച് നമ്മൾ കുക്കിംഗ് തുടത്തി. സംഭവം ഇപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ ഇതിലോട്ട് സവാള ഇട്ടുന്ന ആ സീൻ റെക്കോർഡ് ആയിട്ടില്ല. ഞാൻ ഇതിലോട്ട് സവാള ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ടു, പിന്നെ മുളക് ഇട്ടു, തക്കാളി ഇട്ടു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി. അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ അരച്ച് വെച്ചതുകൾ ഇട്ടു. പിന്നെ നമ്മൾ മസാല ഓരോന്നായിട്ട് ഇട്ടു. മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മീറ്റ് മസാല ഇട്ടു. ആക്ച്വലി അതിലോട്ട് ജീരകപ്പൊടിയും ഗരം മസാലയും കൂടെ ഇടണമായിരുന്നു. ഞാനത് മറന്നുപോയി. അതിന്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടാകും. അതാ പിന്നെ എന്റെ ഒരു സമാധാനം. പിന്നെ നമ്മൾ അതിലോട്ട് മെയിൻസ് ആയിട്ടുള്ള ബീഫ് ഇട്ടു. ബാക്കി വാട്ടാൻ ഒക്കെ പച്ചതൊക്കെ മാറിയിട്ടതിന് ശേഷമാട്ടോ നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്. ഞാൻ അത് മാറാതൊക്കെ ഒപ്പിട്ടിരിക്കണമെന്ന് വിചാരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ബീഫൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി നമ്മൾ ഇത് അടച്ച് വെച്ച് വിസിലടിക്കാൻ വേണ്ടി നിന്നു. അപ്പൊ ആ സമയം കൂടി ഞാൻ വേഗം പാത്രം മോറാൻ പോയി. പിന്നെ എന്റെ പാത്രം മോറിലോട്ടുള്ള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വിസിലടിച്ച് ഞാൻ അത് ഓഫാക്കി. പിന്നെ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ച് പിന്നെ എന്റെ ജ്വല്ലറിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിരുന്നു. അതൊക്കെ എടുത്ത് പിന്നെ അപ്പത്തിന് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നോമ്പ് കുറിച്ച്. ഇന്ന് എന്റെ ഡേഡിയാണ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ നല്ല ജ്യൂസ് ആയിരുന്നു. ഓറിയോ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ജ്യൂസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് വീണ്ടും ഞാൻ നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ അവാക്കും പാക്കും കുട്ടികൾക്കൊന്നും വയ്യായിരുന്നു. പോലെ കാണാൻ വേണ്ടി ഞാൻ പോയി. ആ ക്ലിപ്പ് ഞാൻ അതിലാക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചത്. അവരുണ്ടാക്കിയ ബീഫ് കറിയും പൊറോട്ടയും ചില്ലി ചിക്കനും കൂടെ ഞാൻ തട്ടി. അടുത്തൊരു വ്ലോഗായി വരുന്നവർക്കും ബൈ ഗൈസ്, സീ യു ഗൈസ്.